ഹായ് എവരിവൺ, ഐ+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സെക്ഷൻ 16 to 26 വരെയുള്ള പോർഷൻസും ആ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സെക്ഷൻ 16 to 26 എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്, നോമിനൽ അസോസിയേറ്റ് മെമ്പേഴ്സിനെ പറ്റി, മെമ്പേഴ്സിൻ്റെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു സെക്ഷൻ 16 to 26 വരെയുള്ള ആ ഭാഗത്ത് പറയുന്നത്. സെക്ഷൻ 16 ആണെങ്കിൽ എന്തിനെക്കുറിച്ച് പറയുന്നു? മെമ്പേഴ്സിന് വേണ്ട ക്വാളിഫിക്കേഷൻസിനെ പറ്റി, അല്ലെങ്കിൽ ഹൂ ക്യാൻ ബിക്കം ദ മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ആർക്കൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ആരൊക്കെയാണ് സൊസൈറ്റി മെമ്പേഴ്സ് ആവാനുള്ള യോഗ്യതയുള്ളവർ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ, ഏതൊരു ഇൻഡിവിജ്വലിനും ആവാം, അവർക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 16 പറയുന്നത്. ഇൻഡിവിജ്വൽ മെമ്പർ ആവാം, ഗവൺമെൻറ്റിന്, ലോക്കൽ സെൻട്രൽ ഗവൺമെൻറ്റിന്, മറ്റേതെങ്കിലും സൊസൈറ്റിക്ക്, പിന്നെ എനി ബോഡി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ്റിന് പറയുന്ന ഏതെങ്കിലും ബോഡിക്ക്, ഇങ്ങനെയുള്ള ഇത്രയും സെക്ഷൻ 16 പ്രകാരം മെമ്പേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ആവാനായിട്ട് പറ്റും. പിന്നീട് പറയുന്നത് ഈ സെക്ഷൻ 16 തന്നെ പറയുന്നത് മെമ്പേഴ്സിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ, എന്ത് ക്വാളിഫിക്കേഷൻ വേണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ആവാൻ, എന്ത് ക്വാളിഫിക്കേഷൻ വേണം എന്നാണ് സെക്ഷൻ 16 പിന്നെയും പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? എ പേഴ്സൺ ഹു അറ്റൈൻ ദ ഏജ് ഓഫ് 18 വയസ്സ് അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇൻഡിവിജ്വലിനും മെമ്പർ ആവാം. പിന്നെ അദ്ദേഹത്തിന് വേണ്ടുന്ന ആ ഒരു മെമ്പറിന് വേണ്ടുന്നുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് സൗണ്ട് മൈൻഡ് ആയിരിക്കണം, പിന്നെ ഒരു ഇൻസോൾവൻ്റ് ആവരുത്, പിന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉള്ള ഒരു റെസിഡൻ്റ് ആയിരിക്കണം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ക്വാളിഫിക്കേഷൻ, മെമ്പേഴ്സിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് നോമിനൽ അസോസിയേറ്റ് മെമ്പറിനെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 17 പറയുന്നുണ്ട്, സെക്ഷൻ 18 പറയുന്നുണ്ട്. സെക്ഷൻ 17 പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ. ഏതെങ്കിലും ഒരു മെമ്പറിനെ പുറത്താക്കണം, സൊസൈറ്റിയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഒക്കെ ഇല്ല, ഏതെങ്കിലും മെമ്പർ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പുറത്താക്കണമെങ്കിൽ അതിനെപ്പറ്റി പറയുന്നതാണ് സെക്ഷൻ 17. സെക്ഷൻ 18 പറയുന്നത് ആരെക്കുറിച്ചിട്ടാണ്? നോമിനൽ അസോസിയേറ്റ് മെമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ സെക്ഷൻ 20 മെമ്പേഴ്സിന് വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ, റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഈ സെക്ഷൻ 16 മുതലുള്ള മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുന്നത് മുതലുള്ള ആ ഒരു പോർഷൻസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കൊന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. The decision refusing admission together with the reason thereof shall be communicated by the society to that person within a period of days from the date of the decision. അതായത് നമ്മൾ പറഞ്ഞില്ലേ സെക്ഷൻ 17 എക്സ്പെൻഷൻ ഓഫ് മെമ്പേഴ്സിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ, മെമ്പേഴ്സിൻ്റെ പുറത്താക്കലിനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ ചോദ്യം എന്താ? റെഫ്യൂസിങ് അഡ്മിഷൻ ടുഗദർ വിത്ത് ദ റീസൺ. അതായത് ഒരാളെ നമ്മൾ പുറത്താക്കുക, വെറുതെ പുറത്താക്കിയാൽ മതിയോ? അയാളെ എന്തുകൊണ്ടാണ് ആ ഒരു മെമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിനൊരു കാരണം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ബോധിപ്പിക്കണം. അതായത് പറഞ്ഞേക്കുന്നത് ഡിസിഷൻ റെഫ്യൂസിങ് അഡ്മിഷൻ ടുഗദർ വിത്ത് ദ റീസൺ ദെയർ ഓഫ് ഷാൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ സൊസൈറ്റി. കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആ ഒരു പേഴ്സണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റാത്ത, നിങ്ങളെ ഒരു സൊസൈറ്റിയിൽ ഞങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല എന്നുള്ള ആ ഒരു കാരണം പറയുമല്ലോ, സൊസൈറ്റി പേഴ്സണോട് ബോധിപ്പിക്കും. വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഡിസി. ഈ ഒരു തീരുമാനം എടുത്തിട്ട് എത്ര ദിവസത്തിനുള്ളിലാണ് സൊസൈറ്റി ഈ ഒരു പേഴ്സണെ അറിയിക്കേണ്ടത്, ഈ ഒരു ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാരണങ്ങൾ ബോധിപ്പിച്ച് ഈ ഒരു ഡിസിഷൻ എടുത്തിട്ട് എത്ര ദിവസത്തിനുള്ളിലാണ് അറിയിക്കേണ്ടത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് താഴെ നൽകിയിട്ടുണ്ട്: 15, 30, 10, 7. നമുക്ക് ആൻസർ നോക്കിയാലോ. 15, അതായത് 15 ദിവസത്തിനുള്ളിൽ ഈ ഒരു സൊസൈറ്റി ഒരു പേഴ്സണെ അറിയിക്കണം, ഈ ഒരു തീരുമാനം അറിയിക്കണം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. സെക്ഷൻ 17 എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിൻ്റെ എക്സ്പെൽഷനെ പറ്റി പറയുന്നത് സെക്ഷൻ 17 സെക്ഷൻ 16 കണ്ടു, സെക്ഷൻ 17 നമുക്ക് നോക്കാം. എനി മെമ്പർ ആക്റ്റഡ് അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി ഹി മേ ബി എക്സ്പെൽഡ്. എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എനി മെമ്പർ ആക്റ്റഡ് എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി. നമ്മൾ പറഞ്ഞില്ലേ, എന്നൊരു വ്യക്തി നമ്മൾ പുറത്താക്കുകയാണ്, അതിനുള്ള കാരണം കൂടെ സൊസൈറ്റി ആ പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ്? സൊസൈറ്റിക്ക് വിരുദ്ധമായിട്ട് എതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തി, എന്തെങ്കിലും ലോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ, ഫിനാൻഷ്യൽ മാറ്റേഴ്സോ, എന്ത് കാരണങ്ങളാണെങ്കിലും, കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധമായ കാരണങ്ങളോ, എന്ത് സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും, എനി മെമ്പർ ആക്ട് എഗെയിൻസ്റ്റ് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനെതിരെ പ്രവർത്തിച്ച ഒരാൾ, ആ ഒരു വ്യക്തി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പുറത്താക്കേണ്ട, ഒരിക്കലും അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഒക്കെയില്ല. രണ്ടാമത്തെ പോയിന്റ്,
എക്സ്പെൽഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. ഏത് ജനറൽ ബോഡി മീറ്റിങ്ങിലെ എക്സ്പെൽഷനെ പറ്റി പറയുന്നത്? അതായത് ഒരാളെ പുറത്താക്കുന്ന ഒരു മീറ്റിംഗ് ഒക്കെ കൂടി തീരുമാനമൊക്കെ എടുക്കും അല്ലേ, ആ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് ഈ എക്സ്പെൽഷനെ പറ്റി പറയുന്നത്. നമുക്കറിയാം സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഏത് സെക്ഷനാണ്? സെക്ഷൻ 30 റൂൾ 36 നമ്മൾ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത്. ഏത് ജനറൽ ബോഡി മീറ്റിംഗാണ്? സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷൻ ഓർത്ത് വയ്ക്കുക. ഇത് പറഞ്ഞപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് പോയിന്റ് കൂടെ കിട്ടിയതേ ഉള്ളൂ. എക്സ്പെൻഷൻ പറഞ്ഞേക്കുന്നത് എന്താ? സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്ത് ആ ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് ശേഷമാണ് ഈ ഒരു എന്താ പറയുക മെമ്പറിൻ്റെ എക്സ്പെൻഷനെ പറ്റിയിട്ട് തീരുമാനം എടുക്കുന്നത്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത് സെക്ഷൻ 30 റൂൾ 36 പറയുന്നത്. അതുകൂടാതെ നമുക്കറിയാം സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാതെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ ഉണ്ട്. ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത് സെക്ഷൻ 29 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റിയിട്ടും സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റിയിട്ട് സെക്ഷൻ 30 പറയുന്നത്. സെക്ഷൻ റൂൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എ റെസൊല്യൂഷൻ ഈസ് പാസ്ഡ് ബൈ 2/3 മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ്. ഈ റെസൊല്യൂഷൻ ഈ ഒരു പ്രമേയം പാസ് ചെയ്യണ്ടേ? പാസ്സാക്കണേ ആര് വേണം? 2/3 ഓഫ് ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാനായിട്ട്, ഈ ഒരു പ്രമേയം പാസ്സാക്കാനായിട്ട് ഒക്കെയുള്ളൂ. മസ്റ്റ് ബി ഗിവൺ 15 days നോട്ടീസ് ടു ദ കൺസേൺ മെമ്പർ ടു ഫർണിഷ് ദ എക്സ്പ്ലനേഷൻ. അതായത് 15 days നോട്ടീസൊക്കെ എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്യാറുണ്ട്. എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഒക്കെ പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ 15 days ഒരു നോട്ടീസ് അയക്കാറുണ്ട്. എ കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റ് ടു ദ കൺസേൺ മെമ്പർ. അതായത് ഇവിടെ റെസൊല്യൂഷൻ പാസ് ചെയ്യുമല്ലോ, 2/3 ഓഫ് ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഒരു റെസൊല്യൂഷൻ പ്രമേയമൊക്കെ പാസ് ചെയ്യും. പാസ്സാക്കിയിട്ട് ആ ഒരു കാര്യം ആ ഒരു മെമ്പറിനെ അറിയിക്കും. 15 days നോട്ടീസൊക്കെ കൊടുത്ത് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് അയക്കും. പിന്നെ പറഞ്ഞേക്കുന്നത് ആ ഒരു റെസൊല്യൂഷൻ്റെ കോപ്പി എന്ത് ചെയ്യും? ആ ഒരു കൺസേൺ മെമ്പറിനെ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിനും കൊടുക്കും. എത്ര പറഞ്ഞേക്കുന്നത്? വിത്തിൻ എ പീരീഡ് 15 days ഫ്രം ദ ഡേറ്റ് പാസ്. ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി 15 days ആ ഒരു മെമ്പറിനെ എന്ത് ചെയ്യും? ആ കോപ്പി എന്ത് ചെയ്യും? ആ മെമ്പറിനെയും കൂടെ ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഈ 15 days എന്ത് ചെയ്യണം? നമ്മൾ ഈ ഡിസിഷൻ എടുക്കുന്നതിന് 15 days നമ്മൾ എന്ത് ചെയ്യും? കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൺസേൺ മെമ്പർ വിത്തിൻ എ പീരീഡ് ഓഫ് 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് പാസ്. ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ഈ ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മെമ്പർഷിപ്പിൽ നിന്ന് എന്ത് ചെയ്യും? എക്സ്പെൽ ചെയ്യാനായിട്ട് പോവുക, പുറത്താക്കാനായിട്ട് പോവുകയാണ്. ആ ഒരു മെജോറിറ്റി 2/3 ഓഫ് മെമ്പേഴ്സൊക്കെ എല്ലാവരും കൂടി ജനറൽ ബോഡി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് പുറത്താക്കലിൻ്റെ ഒരു റെസൊല്യൂഷനൊക്കെ തയ്യാറാക്കി ഈ റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി ഈ ഒരു വ്യക്തിക്ക് ആർക്കാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൺസേൺ മെമ്പർ, അതായത് ആ ഒരു കൺസേൺ ആ ഒരു വ്യക്തി, ആ ഒരു ഇൻഡിവിജ്വൽ പുറത്താക്കുന്ന ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കണം. പീരീഡ് 15 എന്താ പറയണ്ടേ? ആ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ഉള്ള 15 days ഈ ഒരു റെസൊല്യൂഷൻ ഈ ഒരു കോപ്പി എന്ത് ചെയ്യണം? റെസൊല്യൂഷൻ്റെ കോപ്പി കൊടുക്കണം. നമ്മൾ പറഞ്ഞത് സെക്ഷൻ 17 എക്സ്പെൽഷൻ മെമ്പേഴ്സിനെ എക്സ്പെൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 17 പറയുന്നത്. എങ്ങനെയുള്ള വ്യക്തിയാണ്? എനി പേഴ്സൺ ആക്ട് അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിക്ക് എതിരെ പ്രവർത്തിച്ച ഒരു ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെൽ ചെയ്യാനായിട്ട് പറ്റും. എക്സ്പെൽഷൻ നടത്തുന്നത് ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ കൂടിയിട്ടാണ്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത് സെക്ഷൻ നോട്ട് ചെയ്തോ സെക്ഷൻ 30 റൂൾ 36. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണെങ്കിലോ സെക്ഷൻ 29 അത് ഓർത്ത് വെക്കുക. പിന്നെ റെസൊല്യൂഷൻ പാസ് ചെയ്യുമ്പോൾ 2/3 ചോദിക്കുക കേട്ടോ. എത്ര മെമ്പേഴ്സിൻ്റെ കാര്യം വെച്ചിരിക്കുന്നത്? 2/3 മെജോറിറ്റി 2/3 മെമ്പേഴ്സ് വേണം റെസൊല്യൂഷൻ പാസ്സാക്കുന്ന സമയത്ത്. പിന്നെ പറഞ്ഞേക്കുന്നത് 15 days നോട്ടീസ് കൊടുക്കും എക്സ്പ്ലനേഷൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു റെസൊല്യൂഷനൊക്കെ പാസ്സാക്കിയതിൻ്റെ കോപ്പിയും കൂടെ 15 days എന്ത് ചെയ്യും? ആ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി അന്ന് തൊട്ട് 15 days വരെ ആ ഒരു സമയത്ത് കൺസേൺ മെമ്പറിനെ ഏൽപ്പിക്കുന്നതായിരിക്കും. നമ്മളെ രണ്ടാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 2. As per section 16 subsection 1 clause A of the KCS Act, who become the member in a cooperative society? നമ്മൾ പറഞ്ഞു ആർക്കൊക്കെ മെമ്പർ ആവാം? ഇൻഡിവിജ്വലിന് മെമ്പർ ആവാം, മറ്റേതെങ്കിലും സൊസൈറ്റിക്ക് മെമ്പർ ആവാം, പിന്നെ ഗവൺമെൻറ്റിനാവാം, പിന്നെ പറഞ്ഞ എനി ബോഡി പ്രപ്പോസ്ഡ് ബൈ ദി ഗവൺമെൻറ് പറയുന്ന ഏതൊരു ബോഡിക്കും ആവാം. പിന്നെ എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് ആർക്കും ഈ ഒരു ഇത്രയും പറയുന്നതും വ്യക്തികൾക്ക് പറയുന്നതും ഓരോ സെക്ഷൻ ഡീൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്നതിൽ സെക്ഷൻ 16 സബ്സെക്ഷൻ 1 ക്ലോസ് A KCS ആക്ടിൽ പറയുന്നത് ഏത് മെമ്പറിനെ കുറിച്ചിട്ട്, ഏത് മെമ്പറിൻ്റെ അഡ്മിഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ള ചോദ്യം. നമുക്ക് ഓപ്ഷൻ A ഗവൺമെൻറ്, B ആൻ ഇൻഡിവിജ്വൽ, C ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, D എനി അതർ സൊസൈറ്റി. നമുക്ക് ഉത്തരം നോക്കാം. ആൻ ഇൻഡിവിജ്വൽ ആരുടെയാണ് പറയുന്നത്? ഇൻഡിവിജ്വലിൻ്റെ അഡ്മിഷനെ പറ്റിയിട്ടാണ്, ഇൻഡിവിജ്വലിനെ മെമ്പർ ആക്കുന്നതിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 16 സബ്സെക്ഷൻ 1 ക്ലോസ് എയിൽ പറയുന്നത്. ആരെ പറ്റിയിട്ടാണ്? നമ്മളുടെ ഇനി ഇൻഡിവിജ്വലിനെ പറ്റിയാണ് പറയുന്നത്. സെക്ഷൻ 16 നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ കേട്ടു. സെക്ഷൻ 16 ആർക്കൊക്കെ മെമ്പർ ആവാം എന്നുള്ളതിനെ പറ്റിയും മെമ്പറിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റി പറയുന്നത് സെക്ഷൻ 16 മറന്നു പോകരുത്. ഹൂ ക്യാൻ ബിക്കം മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി?
ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സെക്ഷൻ കുറേ കൊടുത്തിട്ടുണ്ട്, ആർക്കും മെമ്പേഴ്സ് അതൊരു ഡീൽ ചെയ്യുന്ന സെക്ഷൻസും ഉണ്ട്. സെക്ഷൻ 16 സബ്സെക്ഷൻ 1 ക്ലോസ് എ ഒരു ഇൻഡിവിജ്വലിന് എന്താ പറ്റും മെമ്പർ ആവാം. അത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 16 സബ്സെക്ഷൻ 1 ക്ലോസ് എയിലാണ്. ഇത് ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ബിയിൽ പറയുന്ന ആരെ പറ്റിയാ? എനി അതർ സൊസൈറ്റി. ആര് ഇൻഡിവിജ്വൽ ആവാം, അത് ക്ലോസ് എയിൽ പറയുന്നു. ബിയിൽ എന്താ പറയുന്നത്? മറ്റേതെങ്കിലും സൊസൈറ്റി ആവാം, എനി അതർ സൊസൈറ്റി. പിന്നീട് എന്താ പറഞ്ഞേക്കുന്നത്? എയും ബിയും കഴിഞ്ഞിട്ട് പിന്നെ ബി എ ആണ്. സെക്ഷൻ 16 സബ്സെക്ഷൻ 1 ക്ലോസ് ബി എയിലാണ് പറയുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത് പഠിക്കാൻ എളുപ്പമാണ്. എ ബി ബി എ പിന്നീട് സി ആണ്. ഗവൺമെൻറ്റിലാണ് സിയെ പറ്റി പറയുന്നത്. അപ്പം 16 സബ്സെക്ഷൻ 1 ക്ലോസ് സിയിൽ ഗവൺമെൻറ്റിനെ പറ്റി പറയുന്നു. പിന്നീട് ഡി എനി ബോഡി ആസ് അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന ഏതൊരു ബോഡിക്ക് എന്താവാം? മെമ്പർ ആവാം. പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 16 മെമ്പേഴ്സിനെ പറ്റി പറയുന്നത്. 16 സബ്സെക്ഷൻ 1 ക്ലോസ് എയിൽ ഇൻഡിവിജ്വലിനെ പറ്റിയിട്ട്, ബിയിൽ മറ്റ് സൊസൈറ്റിയെ പറ്റിയിട്ട്, പിന്നെ പറഞ്ഞേക്കുന്നത് ബി എയിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, സിയിൽ ഗവൺമെൻറ്, ഡിയിലോ എനി ബോഡി ആസ് അപ്രൂവ് ചെയ്ത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന ഏതൊരു ബോഡിക്കും എന്താ പറ്റും? സെക്ഷൻ 16 പ്രകാരം മെമ്പർ ആവാനായിട്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാനായിട്ട് പറ്റുന്നതാണ്. നമ്മളെ മൂന്നാമത്തെ ചോദ്യം, വോട്ടിംഗ് ഡീൽസ് ഇൻ സെക്ഷൻ വിച്ച് സെക്ഷൻ ആൻഡ് റൂൾ. അതായത് വോട്ടിംഗ് ഏത് സെക്ഷനിലാണ് പറയുന്നത്? നമ്മൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, വോട്ടിങ്ങിന് നമ്മൾ ഏതിനെ പറ്റി ഏത് സെക്ഷനിലാണ് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സെക്ഷനിൽ ഏത് റൂളിലാണ് മെമ്പേഴ്സിന് വോട്ട് ചെയ്യാനുള്ള റൈറ്റിനെ പറ്റി പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ചുവടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. സെക്ഷൻ 21 റൂൾ 19, സെക്ഷൻ 20 റൂൾ 19, സെക്ഷൻ 19 റൂൾ 16, സെക്ഷൻ 19 റൂൾ 24. ഇതിൽ ഏത് സെക്ഷനിൽ ഏത് റൂളിലുമാണ് മെമ്പേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റിനെ പറ്റിയിട്ട് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ആൻസർ നോക്കാം. സെക്ഷൻ 20 റൂൾ 19 അത് നോട്ട് ചെയ്ത് വെക്കുക. വോട്ടിംഗ് റൈറ്റിനെ പറ്റി പറയുന്നത് സെക്ഷൻ 20 റൂൾ 19ലാണ്. എളുപ്പമാണ് തോന്നുന്നു പഠിക്കാം അല്ലേ? സെക്ഷൻ 20 ഒന്ന് കുറച്ച് റൂൾ 19 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ മെയിൻലി പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ സാധാരണ വോട്ടിംഗ് റൈറ്റ് പോലെ തന്നെ 1 man 1 vote അല്ലേ? 1 man ഒരാൾക്ക് ഒരു വോട്ട്. പിന്നെ ഇൻ കേസ് ഓഫ് ഇക്വാലിറ്റി ഓഫ് വോട്ട്സ് പ്രസിഡന്റ് ഓർ ചെയർമാൻ ഷാൽ ഹാവ് ദ പവർ ടു എക്സൈസ് സെക്കൻഡ് ഓർ കാസ്റ്റിംഗ്. അതായത് ഇക്വാലിറ്റി ഓഫ് വോട്ടിൻ്റെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ പ്രസിഡന്റിന് അല്ലെങ്കിൽ ചെയർമാൻ എന്തിനുള്ള പവർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എക്സൈസ് സെക്കൻഡ് ഓർ കാസ്റ്റിംഗ് വോട്ടിന് അധികാരത്തിനുള്ള എന്തെങ്കിലും പവർ ഉണ്ട് എന്നുള്ള ചോദ്യം. ഇപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് സെക്ഷൻ 20 റൂൾ 19ലാണ് മെമ്പേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റിനെ പറ്റി പറയുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് പോവുക. നാലാമത്തെ ചോദ്യം, a member admitted within dash days immediately prior to the date of election shall not have the right to vote. അതായത് എല്ലാ മെമ്പേഴ്സിന് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, എക്സംറ്റ് ഒഴികെ. എന്തൊഴികെ പറഞ്ഞിരിക്കുന്നത്? മെമ്പർ അഡ്മിറ്റഡ് വിത്തിൻ ഡാഷ് ഇത്ര ദിവസത്തിന് മുൻപ് അഡ്മിറ്റ് ചെയ്ത ഒരു മെമ്പറിന് ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എലക്ഷൻ ഷാൽ നോട്ട്. അതായത് ഒരു ഇത്ര ദിവസത്തിന് മുമ്പ് അഡ്മിറ്റ് ചെയ്ത ഒരു വ്യക്തി, അതായത് മെമ്പറായ ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വലിന് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല, ഇലക്ഷൻ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. അത് എത്ര ദിവസത്തിന് മുൻപാണ് എന്നുള്ളതാണ് ചോദ്യം. ഡേയ്സ് ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എലക്ഷൻ ഷാൽ നോട്ട് ഹാവ് ദ റൈറ്റ്. അതായത് എലക്ഷന് ഇത്ര ദിവസം മുമ്പ് അംഗത്വം സ്വീകരിച്ച ഒരു സൊസൈറ്റിയിലെ മെമ്പറിന് എലക്ഷന് വോട്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല. അത് എത്ര ദിവസം മുമ്പ് മെമ്പറായ ഒരു വ്യക്തിക്കാണ് നമുക്ക് നോക്കാം. 30, 60, 15, 90. നോക്കി ആൻസർ 60. അതായത് എലക്ഷന് 60 ദിവസം മുമ്പ് ആണ് ഈ ഒരു വ്യക്തി നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമായത്. അങ്ങനെ 60 ഡേയ്സിന് ഉള്ളിലുള്ള മുമ്പ് മെമ്പർഷിപ്പ് എടുത്ത ആ ഒരു വ്യക്തിക്ക് നമ്മുടെ എലക്ഷന് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. നോക്കാം നമുക്ക്. മെമ്പർ അഡ്മിറ്റ് വിത്തിൻ 60 days ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എലക്ഷൻ ഷാൽ നോട്ട് ഹാവ് ദ റൈറ്റ് ടു വോട്ട്. അതായത് എന്ത് ചെയ്യാനുള്ള അവകാശമില്ല? വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. എ നോമിനൽ അസോസിയേറ്റ് മെമ്പർ ഷാൽ നോട്ട് ഹാവ് ദ റൈറ്റ് ടു. രണ്ടാം പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ പറഞ്ഞു നോമിനൽ അസോസിയേറ്റ് മെമ്പറിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? നോമിനൽ അസോസിയേറ്റ് മെമ്പറിനെ പറ്റി പറയുന്നത് സെക്ഷൻ 18ലാണ് നോമിനൽ അസോസിയേറ്റ് മെമ്പറിനെ പറ്റി പറയുന്നത്. ആ ഒരു മെമ്പർ എന്ത് ചെയ്യാൻ അവകാശമില്ല? വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താ? എലക്ഷന് 60 ദിവസം മുമ്പ് എന്ത് ചെയ്താക്കുന്ന മെമ്പറായ ഒരു വ്യക്തിക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. വേർ ദ ഗവൺമെൻറ് ഈസ് എ മെമ്പർ ഓഫ് സൊസൈറ്റി. മൂന്നാമത്തെ കാര്യം പറയുന്നത്, ഇപ്പോൾ സപ്പോസ് ഗവൺമെൻറ് നമ്മുടെ സൊസൈറ്റി, നമ്മൾ പറഞ്ഞു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സൊസൈറ്റിയിൽ മെമ്പർ ആവാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കേസിൽ ഗവൺമെൻറ് ഈസ് എ മെമ്പർ ഓഫ് സൊസൈറ്റി. ഗവൺമെൻറ് സൊസൈറ്റിയിൽ മെമ്പറാണെന്ന് വെക്കുക. ഈച്ച് പേഴ്സൺ നോമിനേറ്റ് ബൈ ദ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റി ഷാൽ ഹാവ് 1 vote ഈച്ച് ഇൻക്ലൂഡിങ്. അതായത് ഒരു വോട്ടിന് അവകാശമുണ്ട് ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഒരു വോട്ടിന് അവകാശമുണ്ട്. ഇൻക്ലൂഡിങ് ദ റൈറ്റ് ടു വോട്ട് ഫോർ എലക്ഷൻ ഓഫ് ദ ഓഫീസ് ബിയറർ സൊസൈറ്റി. എലക്ഷൻ വോട്ട് ചെയ്യാനുള്ള
അവകാശം ഉണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു എത്ര ഡേയ്സിന് മുമ്പാണ് അവകാശം ഇല്ലാത്തത്, വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്തത്? 60 ഡേയ്സിന് മുമ്പിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു മെമ്പറിന് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല. പിന്നെ പറഞ്ഞേക്കുന്നത് നോമിനൽ അസോസിയേറ്റ് മെമ്പറിന് അവകാശമില്ല. സെക്ഷൻ 18 പ്രകാരം നോമിനൽ അസോസിയേറ്റ് മെമ്പറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ഷൻ വോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഗവൺമെൻറ് സൊസൈറ്റി മെമ്പർ ആണെന്നിരിക്കെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഒരു വോട്ടിൻ്റെ അവകാശമുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്, വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റി ഷാൽ ഹാവ് 1 vote each including the right to vote for election of the office. അതായത് ആ ഒരു സൊസൈറ്റിയിലെ എന്താ പറഞ്ഞേക്കുന്നത് ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള അവകാശം ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഡീൽസ് വിത്ത്. ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത് ഏത് സെക്ഷനിലാണ്, അല്ലെങ്കിൽ ഏത് റൂളിൽ, ഏത് സെക്ഷനിൽ ഏത് റൂളിലാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത്? നമ്മൾക്കറിയാം, ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നത് അല്ലേ, ഏത് സെക്ഷനാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്, ഏത് സെക്ഷനാണ് ഡീൽ ചെയ്യുന്നത്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഏത് സെക്ഷനാണ് ഡീൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. സെക്ഷൻ 27 സബ്സെക്ഷൻ 2 റൂൾ 34, സെക്ഷൻ 29 റൂൾ 8A, സെക്ഷൻ 30 റൂൾ 36, സെക്ഷൻ 71. ഇതിൽ ഏത് സെക്ഷനിലാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. സെക്ഷൻ 29 റൂൾ 8A നമ്മൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 29 റൂൾ 8A. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറയുന്നു സെക്ഷൻ 30 റൂൾ 36 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത്, മാറിപ്പോകരുത്. ഈ ടൈപ്സ് ഓഫ് ജനറൽ ബോഡി നമുക്കറിയാം, കുറേ ജനറൽ ബോഡി ഉണ്ടല്ലേ. ടൈപ്സ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ജനറൽ ബോഡി പറയുന്നത് റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡിയെ പറ്റി പറയുന്നത്. രണ്ടാമത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നമ്മളിപ്പോൾ കണ്ടു. നമ്മൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് പറയുന്നത് സെക്ഷൻ 29 റൂൾ 8A ആണ്. പിന്നെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത് സെക്ഷൻ 27 സബ്സെക്ഷൻ 2 റൂൾ 34 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെ പറ്റി പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യൽ ജനറൽ ബോഡി പറ്റി പറയുന്നത് സെക്ഷൻ 30 റൂൾ 36. ലാസ്റ്റ് ജനറൽ ബോഡി സെക്ഷൻ 71. ഫസ്റ്റ് ജനറൽ ബോഡി ഉണ്ട് റൂൾ 8, ലാസ്റ്റ് ജനറൽ ബോഡി ഉണ്ട് സെക്ഷൻ 71. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റിയിട്ടും സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റിയിട്ടുമാണ്. ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതായത് നമ്മൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത് സെക്ഷൻ 29 റൂൾ 8A സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റി പറയുന്നത് സെക്ഷൻ 30 റൂൾ 36 ജനറൽ ബോഡി മീറ്റിംഗ്സിനെ പറ്റിയിട്ട് പറയുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നമ്മൾ സെക്ഷൻ 16 to 26 വരെയുള്ള കാര്യങ്ങളല്ലേ, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ആർക്കൊക്കെ മെമ്പർ ആവാം, സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ നമ്മൾ കണ്ടു. ആ ഒരു സെക്ഷൻ 16 മെമ്പേഴ്സിനാണ് ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ എക്സ്പെൽഷൻ ഓഫ് മെമ്പർ സെക്ഷൻ 17 ഡീൽ ചെയ്യുന്നുണ്ടല്ലേ, ആരൊക്കെ ഏതൊക്കെ മെമ്പേഴ്സ് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പുറത്താക്കാം, അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ നോട്ടീസ് കൊടുത്തിട്ട് വേണം, കാരണം സഹിതം പറഞ്ഞിട്ട് വേണം നമുക്ക് ആ ഒരു വ്യക്തി നമുക്ക് പുറത്താക്കാനായിട്ട് നമ്മൾ കണ്ടു. പിന്നെ നോമിനൽ അസോസിയേറ്റ് മെമ്പേഴ്സിനെ പറ്റി നമ്മൾ കണ്ടു. വോട്ടിംഗ് റൈറ്റിനെ പറ്റി നമ്മൾ നോക്കി. പിന്നെ നമ്മൾ അവസാനമായിട്ട് കണ്ടത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്, അത് ഡീൽ ചെയ്യുന്ന സെക്ഷൻസ് ഏതാണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോവുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.